തൃശൂർ കുന്നംകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. മുതുവറ സ്വദേശി കണ്ണനാണ് പിടിയിലായത്. ആർത്താറ്റ് സ്വദേശി സിന്ധു മണികണ്ഠനെയാണ് കൊലപ്പെടുത്തിയത്. മോഷണ ശ്രമത്തിൻ്റെയാണ് കൊലപാതകം. വിശദാംശങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു തൃശൂരിൽ നിന്ന്. ആനന്ദ്, എപ്പോഴായിരുന്നു കൊലപാതകം? എപ്പോഴാണ് പോലീസ് പിടികൂടിയത്? ഏത് പോലീസാണ് ഇപ്പോൾ പ്രതിയെ വലയിലാക്കിയിരിക്കുന്നത്? വിനീഷ്, ഇന്ന് രാത്രി 7 മണി കൂടിയായിരുന്നു സംഭവം ഉണ്ടാവുന്നത്. കുന്നംകുളം ആർത്താറ്റ് പള്ളിക്കടുത്ത് താമസിക്കുന്ന കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ സിന്ധുവിനെയാണ് വീട്ടിൽ 7 മണിയോടുകൂടി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സിന്ധുവിനെ വീട്ടിലേക്ക് കയറി വന്ന യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയ സമയത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് തിരികെ എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. ഈ അതീവ ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ കൊല നടത്തിയ ശേഷം രക്ഷപ്പെട്ട യുവാവിനെ പിന്നീട് നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. മുതുവറ സ്വദേശി കണ്ണനാണ് ഇത്തരത്തിൽ ഇപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കുന്നംകുളം പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. ചീരംകുളത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഈ വീടിന്റെ സമീപ പ്രദേശത്ത് നിന്നാണോ ഇപ്പോൾ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്? പോലീസ് നൽകുന്ന മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വലിയ കുറ്റകൃത്യം, വലിയൊരു നാടിനെ തന്നെ നടുക്കിയ ഒരു കൊലപാതകം നടത്തുന്നു. ഈ കൊലപാതകം നടത്തിയതിന് പിന്നിൽ മോഷണ ശ്രമം മാത്രമാണോ എന്നത് മാത്രം നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ? എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രതിയെ പിടികൂടുന്നത് വീടിന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് കിലോമീറ്റർക്ക് അടുത്ത് നിന്നാണ്. ഈ നാട്ടുകാർ ഈ സംശയം തോന്നി, പ്രത്യേകിച്ച് മാസ്ക് ധരിച്ചിരുന്നു, ഇയാളുടെ ദേഹത്ത് ചോര ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് ഇയാളെ ആദ്യം പിടികൂടുകയും പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി ഈ പ്രതിയെ കൈമാറുകയും ചെയ്തത്. ഇയാളാണ് പ്രതിയെന്ന് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ഇയാളുടെ കയ്യിൽ ഈ ശരീരത്തിൽ ഈ മരിച്ച സിന്ധുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണങ്ങളും ഈ പ്രതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ എന്തായിരുന്നു കൊലപാതകത്തിന്റെ ഉദ്ദേശം, മോഷണ ശ്രമം തന്നെയായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ തെളിച്ചത്തോടെ പുറത്തു വരും. വിനീഷ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് ആനന്ദ് പുത്തൂർ തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുത്തൂർ.